إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات ദുർബലന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ സംഭവിച്ചു പോകുക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. പല തിന്മകളും ചെയ്തു പോയ ആളുകളുണ്ടാവും. ചില ആളുകളൊക്കെ ഞാൻ മുമ്പേ ചില ഇങ്ങനെ തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടല്ലോ എന്ന് കരുതി ഭയപ്പെടുന്ന ആളുകളൊക്കെയുണ്ട്. ഏതായാലും റബ്ബ് സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, റഹീമാണ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അങ്ങേയറ്റം കരുണയും സ്നേഹവും ഹുബ്ബും ഒക്കെ ഉള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു നോക്കിയാൽ ധാരാളം ആയത്തുകളിലൂടെ നമ്മുടെ തിന്മകളൊക്കെ പുറത്തു തരാൻ കാരണമാകുന്ന ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പല ആളുകളും അത് മനസ്സിലാക്കാറില്ല എന്നുള്ളത് ഒരു സത്യമാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധമില്ലാത്തത് കൊണ്ട് പല ആളുകൾക്കും അക്കാര്യം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ അമല് ചെയ്യാനും അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഖുർആനുമായി അടുക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കാരുണ്യം ശരിക്കും നമുക്ക് മനസ്സിലാവുന്നതാണ്. തെറ്റ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, മനുഷ്യനാണ്, സംഭവിച്ചു പോകും. എന്നാലും തിന്മകളിൽ അത് ചെറിയ തിന്മയായാൽ പോലും നിരന്തരം അതിൽ തുടർന്നു കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളവും പാടില്ലാത്ത കാര്യമാണ്. ആരെങ്കിലും വല്ല തിന്മയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യണം, അതിലൊരു സംശയവുമില്ല. നമുക്കറിയാം, ചെറിയ തിന്മകളെ പോലും സലഫുകളൊക്കെ ഭയപ്പാടോടുകൂടിയാണ് കണ്ടിരുന്നത്. പ്രത്യേകിച്ച് നിരന്തരമായി ചെയ്യുന്ന തിന്മകൾ ചെയ്ത് മനുഷ്യനെ വലിയ നാശത്തിലേക്ക്, ഹലാക്കിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അദ്ദുനൂബു ജിറാഹാത്തുൻ, പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മുറിവുകളാണ്. വറുബ്ബ ജുർഹിൻ വഖഅ ഫീ മഖ്തലിൻ, എത്രയെത്ര മുറിവുകളാണ് അവസാനം കൊലയിൽ ആ മുറിവ് കാരണം മനുഷ്യനെ മരിച്ചു പോകുന്ന അവസ്ഥയിലെത്തിയിട്ടുള്ളത്. അപ്പൊ അത് വലിയൊരു പോയിന്റാണ്. നമ്മൾ തിന്മകൾ ചെയ്ത് അവസാനം മനുഷ്യനെ പരലോകം നഷ്ടപ്പെടുത്തി കളയുന്ന, നിന്യനായി മരിക്കുന്ന ഒരവസ്ഥ വരെ
അതുകൊണ്ടുണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് തിന്മ എന്നുള്ളത്. സലഫുകളൊക്കെ പറയാറുണ്ട്, ലാ തഹ്ഖിറന്ന മിനദ്ദുനൂബി അഖല്ലഹാ, തിന്മയിൽ നിന്ന് അത് വളരെ കുറച്ചായാലും നിസ്സാരമായ ഒന്നായാലും ശരി, അതിനെ നീ നിസ്സാരമാക്കരുത്. ഇന്നൽ ഖലീല മഅദ്ദവാമി കസീറൂന, ചെറിയ തിന്മകളായാലും അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് ധാരാളമാണ്. അത് വലിയ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുക. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം. എന്നിരുന്നാലും മുമ്പേ തിന്മകൾ ചെയ്തു പോയ ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാർന്ന കലാം വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ധാരാളം ആയത്തുകളുണ്ട്. അതിൽ ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ മുഫസ്സിറുകൾ എങ്ങനെ വിശദീകരിച്ചു തന്നു, സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി, അതേ രൂപത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ആയത്തുകൾ ഓതുകയും ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തനിക്ക് തോന്നുന്ന രൂപത്തിലേക്ക് ആശയങ്ങൾ പറഞ്ഞ് ആ ഖുർആന്റെ ആയത്തുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ആയത്ത് പറയുമ്പോഴും അതിന് മുഫസ്സിറുകൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മുടെ തിന്മകളൊക്കെ ഇല്ലാതായി പോകാനുള്ള ഒരു കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് ഈമാനുള്ള ആളുകളാവുക എന്നുള്ളതും സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കുക എന്നുള്ളതും തിന്മകളെയൊക്കെ മായ്ച്ചു കളയാൻ ഒരു കാരണമാണ്. ഖുർആനിൽ ധാരാളം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തു അൻകബൂത്തിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? വിശ്വസിക്കുകയും അമലുസ് സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം, അവരെ തൊട്ട് അവരുടെ തിന്മകളെ നാം മായ്ച്ചു കളയുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തികളിൽ വെച്ച് ഏറ്റവും നല്ലതിന് നമ്മൾ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലമ സഅദി റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. യാനി അന്നല്ലദീന മന്നല്ലാഹു അലൈഹിം ബിൽ ഈമാനി വൽ അമലിസ് സ്വാലിഹ്, അമലുസ് സ്വാലിഹാത്തുകൾ കൊണ്ടും ഈമാനും ആർക്കൊക്കെയാണോ അല്ലാഹു നൽകിയിട്ടുള്ളത്, അങ്ങനെ നൽകിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ അമലുസ് സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും നല്ല ഈമാനുള്ള ആളുകളായി തീരുകയും ചെയ്യും. അത് കാരണം സയുകഫിറുല്ലാഹു അൻഹും സയ്യിആതിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തിന്മകളൊക്കെ മായ്ച്ചു കളയും. കാരണം എന്താ? ലിഅന്നൽ ഹസനാതി യുദ്ഹിബ്നസ് സയ്യിആത്, നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ നിയ്യത്തോടുകൂടി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഖുർആനുമായി ബന്ധമുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹു എന്റെ തിന്മകളൊക്കെ പുറത്തു തരുമല്ലോ എന്ന അറിവ് നമുക്ക് വേണം. അതിനാണ് നമ്മൾ ആയത്തുകൾ പറയുന്നത്. അതുകൊണ്ട് ഹസനാത്തുകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അവർ ചെയ്ത പ്രവർത്തികളിൽ ഏറ്റവും നല്ലതിന് നാം പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളിൽ വെച്ച് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഏതാ? വഹിയ അഅമാലുൽ ഖൈർ, നല്ല പ്രവർത്തനങ്ങളാണ്. അതെന്തിനാൽ? മിൻ വാജിബാത്തിൻ വ മുസ്തഹബ്ബാത്ത്, വാജിബായ കാര്യങ്ങളും മുസ്തഹബ്ബായ കാര്യങ്ങളുമാണ്. ഫഹിയ അഹ്സനു മാ യഅമലുൽ അബ്ദു, ഒരു അടിമ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് മുസ്തഹബ്ബായ വാജിബായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതെന്തുകൊണ്ട് അല്ലാഹു അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലതെന്ന് പറയാൻ കാരണം ലിഅന്നഹു യഅമലുൽ മുബാഹാത്തി ഐദൻ വഗൈറഹ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബ്ബും വാജിബും അല്ലാത്ത അനുവദനീയമായ കാര്യങ്ങളും മറ്റൊക്കെ മനുഷ്യൻ ചെയ്യല്ലോ. അതുകൊണ്ടാണ്. അപ്പൊ അതിലൊക്കെ വെച്ച് മനുഷ്യൻ ചെയ്യുന്ന മുസ്തഹബ്ബായ പുണ്യമാർന്ന കാര്യങ്ങൾക്കും നിർബന്ധമായ കാര്യങ്ങൾക്കും അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? നല്ല ഈമാനുള്ള, ഒരു ശിർക്കിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ, ബിദ്അത്തുകളില്ലാതെ നല്ല സ്വാലിഹായ
അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അമൽ കൂടി ചെയ്യുമ്പോൾ നമ്മുടെ തിന്മകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുകയാണ്. ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. സൂറത്ത് മുഹമ്മദിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വആമനൂ ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം കഫറ അൻഹും സയ്യിആതിഹിം വഅസ്ലഹ ബാലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? വിശ്വസിക്കുകയും അമൽ സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും വആമനൂ ബിമാ നുസ്സില അലാ മുഹമ്മദിൻ, ഒന്നുകൂടി വർദ്ധിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുകയും ചെയ്തവർ, വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ടത് അല്ലാഹുവിന്റെ ഹഖ്ഖാൻ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ കഫറ അൻഹും സയ്യിആതിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തിന്മകളൊക്കെ അല്ലാഹു മായ്ച്ചു കളയും. വഅസ്ലഹ ബാലഹും, അവരുടെ അവസ്ഥ അല്ലാഹു വളരെ നന്നാക്കി കൊടുക്കും. ഇതിന്റെ ആയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അല്ലാമ സയ്യിദി റഹ്മഹുല്ലാ പറയുകയാണ്, ഫല്ലദീന ആമനൂ ബിമാ അൻസലല്ലാഹു അലാ റസൂലിഹി ഉമൂമ, ഒരാൾ ലോകത്തുള്ള റസൂലുമാരിലേക്ക് അല്ലാഹു ഇറക്കിയതിലൊക്കെ മുഴുവനായും വിശ്വസിച്ചു. വഅലാ മുഹമ്മദിൻ ഖുസൂസ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കിയതിൽ പ്രത്യേകമായി വിശ്വസിച്ചു. ഈ വിശ്വാസം എങ്ങനെയാ? ഈമാനൻ കാമില, പരിപൂർണമായ വിശ്വാസത്തോടു കൂടി, ഒരു നിലക്കും നിഫാഖില്ലാതെ വിശ്വസിച്ചു. അങ്ങനെ വഅമിലു സ്വാലിഹാത്തി, നല്ല സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു. ബിഅൻ ഖാമു ബിമാ അലൈഹിം മിൻ ഹുഖൂഖില്ലില്ലാഹ്, അത് എന്ത് നിർവഹിച്ചുകൊണ്ടാ? അല്ലാഹുവോടുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട്. വഹുഖൂഖുൽ ഇബാദിൽ വാജിബഹ വൽ മുസ്തഹബ്ബഹ, ഒരു അടിമകളോടുള്ള പുണ്യമാർന്ന മുസ്തഹബായ വാജിബായ നിർബന്ധമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ, അങ്ങനെ ഒരാൾ ഉണ്ടായാൽ കഫറല്ലാഹു അൻഹും സയ്യിആതിഹിം, അവരുടെ തിന്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. സിഗാറഹാ വകിബാറഹാ, അത് വലുതായാലും ശരി ചെറുതായാലും ശരി എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കുമെന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഅസ്ലഹ ബാലഹും, അവരുടെ അവസ്ഥ അല്ലാഹു നന്നാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? ഐ അസ്ലഹ ദീനഹും, അങ്ങനെ അല്ലാഹുവിൽ പൂർണ്ണമായി ഈമാനുള്ള അമലു സ്വാലിഹാത്തുകളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറക്കിയതിൽ പൂർണ്ണമായി വിശ്വസിച്ച ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനിനെ അല്ലാഹു അവന് നന്നാക്കി കൊടുക്കും. വദുനിയാഹും, അവന്റെ ദുനിയാവും അവന് നല്ല സൗകര്യമാർന്ന പരലോകത്ത് വിജയിക്കുന്ന കക്ഷികളാകുന്ന രീതിയിലുള്ള ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെ വഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു നന്നാക്കും. വഅഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു നന്നാക്കും. വഅസ്ലഹ സവാബഹും ബിതൻമിയതിഹി, അവർക്കുള്ള പ്രതിഫലം അത് വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുക്കും. വതസ്കിയതഹു, അവനെ അല്ലാഹു സംസ്കരിക്കുക എന്നുള്ളതും സംസ്കരണവും അത് നല്ലതാക്കി കൊടുക്കും. വഅസ്ലഹ ജമീഅ അഹ്വാലിഹിം, ആ മനുഷ്യന്റെ മുഴുവൻ അവസ്ഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുക്കുമെന്നാണ്. അപ്പൊ സഹോദരന്മാരെ, ഇതൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഗുണങ്ങളാണ്, അല്ലാഹു നമുക്ക് നൽകുന്ന കാരുണ്യമാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിലെ 50-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഫല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും അമലുസ് സ്വാലിഹാത്തുകളും പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഹും മഗ്ഫിറഹ വറിസ്ഖുൻ കരീം, അവർക്ക് പാപമോചനമുണ്ട്, റിസ്ഖുൻ കരീം, സ്വർഗ്ഗവുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ പറഞ്ഞു, എങ്ങനെയുള്ള ആളുകളായി അവർ ആമനത്ത് ഖുലൂബുഹും ഈമാനൻ സ്വഹീഹൻ സ്വാദിഖ, സത്യസന്ധമായ സ്വഹീഹായ ഈമാനുള്ള ഹൃദയങ്ങളായിരിക്കും. അവരുടെ ഈമാൻ വിശ്വസിച്ചവരായിരിക്കും. നല്ല സ്വഹീഹായ സ്വാദിഖായ സത്യസന്ധമായ വിശ്വാസം ഉൾക്കൊണ്ട ഹൃദയങ്ങളായിരിക്കും. അപ്പൊ പിന്നെ ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലുമില്ല. അല്ലാഹു അല്ലാത്തവരിലേക്ക് അഭയം തേടുകയില്ല. മക്ബറകളിൽ പോയി മക്ബറകളിലുള്ള ആളുകളോട് തന്റെ അവലാതി പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഇതിന് പുറത്താണ്. അതല്ലാത്ത പൂർണ്ണമായി സ്വാദിഖായ സഹീഹായ ഈമാനുള്ള ഹൃദയങ്ങൾ മാത്രമല്ല, വസദ്ദഖൂ ഈമാനഹും ബിഅഅമാലിസ് സ്വാലിഹാത്ത്, ആ ഈമാനുകളൊക്കെ അവർ നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിലുള്ള
കൽപ്പനകളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഈമാനിനെ അവർ സത്യപ്പെടുത്തും. അഥവാ വിശ്വാസത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എല്ലാ കർമ്മങ്ങളും അവർ ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഐ മഗ്ഫിറത്തുൽ ലിമാ സലഫ മിൻ സയ്യിആതിഹിം, അവർക്ക് മുൻകഴിഞ്ഞു പോയ ധാരാളം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. വമുജാസാത്തുൻ ഹസനത്തുൻ അലൽ ഖലീലി മിൻ ഹസനാതിഹിം, അവരുടെ നന്മകളിൽ നിന്ന് വളരെ കുറച്ചൊരു ചെറിയതാണ് പോലും എങ്കിലും അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതായ പ്രതിഫലം അല്ലാഹു നൽകും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വറിസ്ഖുൻ കരീം എന്നാണ്. അവിടൊക്കെ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുകയാണ്, വഖാല മുഹമ്മദ് ഇബ്നു കഅബ് അൽ ഖുറദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, ഇദാ സമിഅത അല്ലാഹ തആല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വറിസ്ഖുൻ കരീം എന്ന് പറയുന്നത് നീ കേട്ടാൽ അതുകൊണ്ട് ഉദ്ദേശം ഫഹുവൽ ജന്ന, അത് സ്വർഗമാണ് അവനുള്ളത്. ആ സഹോദരന്മാരെ, ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഈ ആയത്തുകൾ ആളുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഖുർആനുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അല്ലാഹു അത്രക്കും കരുണയുള്ളവനാണ്. നമ്മുടെ തിന്മകളൊക്കെ പുറത്തു തരുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുർആനിലൂടെ പല സ്ഥലങ്ങളിലും അല്ലാഹു പറഞ്ഞത് കാണാം, ക്ഷമയുള്ളവനും അമലു സാലിഹാത്ത്, ക്ഷമയുള്ളവനാവുക, സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കുക, ഇതുകൊണ്ടും നിങ്ങളുടെ തിന്മകളൊക്കെ അല്ലാഹു മായ്ച്ചു തരുമെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്ത് ഹൂദിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇല്ലല്ലദീന സബറു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഇവിടെ അല്ലാഹു പറഞ്ഞത് എന്താവണമെന്നാ? സബറുള്ള ആളുകളാവുക, ക്ഷമയുള്ള ആളുകളാവുക, അതോടൊപ്പം തന്നെ അമലുസ് സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. അവർക്ക് എന്താ ഉള്ളത്? ലഹും മഗ്ഫിറ, അവർക്കുമുണ്ട് പാപമോചനം, വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു പറയുകയാണ്. ഇതിന്റെ തഫ്സീറിൽ അല്ലാമ അസീദി റഹ്മഹുല്ലാ പറഞ്ഞു, അല്ലദീന സബ്ബറു അൻഫുസഹും, തന്റെ ശരീരങ്ങളെ ക്ഷമയുള്ളവരാക്കി തീർത്തവർ, തന്റെ ശരീരങ്ങളെ ക്ഷമയുള്ളവരാക്കി തീർത്തവർ. ഏത് സന്ദർഭത്തിലാ? ഇൻദദ്ദറാ, ആപത്തുകളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോ, ഫലം യൈഅസു, അവർക്കൊരു നിരാശയുമില്ല. ആപത്തുകളോ നഷ്ടങ്ങളോ വല്ല വിപത്തുകളോ ബാധിച്ചാൽ ഒരു നിരാശയുമില്ല, മറിച്ച് അവർ അവരുടെ നഫ്സിനെ ക്ഷമയുള്ളവരാക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ. അതേപോലെ തന്നെ വഇൻദ സറാ, നല്ല സന്തോഷമുണ്ടാവുന്ന അവസ്ഥയിലോ ഫലം യബ്തറു, അഹങ്കരിക്കുകയില്ല. ധാരാളം ധനമുണ്ടാവാം, ദുനിയാവിക സൗകര്യങ്ങൾ ഉണ്ടാവാം, നല്ല ഐശ്വര്യമാർന്ന ജീവിതമായിരിക്കും, പക്ഷെ ആ സന്ദർഭത്തിലൊന്നും ഒരു അഹങ്കാരവുമില്ല. അങ്ങനെ ജീവിക്കുന്നവർ. എന്നിട്ട് വഅമിലുസ് സ്വാലിഹാത്തി മിൻ വാജിബാത്തിൻ വമുസ്തഹബ്ബാത്ത്, അങ്ങനെ പുണ്യമായതും നിർബന്ധമായ അമലുകളൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഉലൈക ലഹും മഗ്ഫിറ ഐ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. മാത്രമല്ല വഅജ്റുൻ കബീർ, എന്നിട്ട് അല്ലാഹു പറയാ വലിയ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാ അൽ ഫൗസു ബിജന്നാത്തിൻ നഈം, അനുഗ്രഹപൂർണമായ സ്വർഗ്ഗത്തോപ്പുകളാർന്ന അതുകൊണ്ടുള്ള ഒരു വിജയം അതവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അല്ലത്തി ഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ്, ഓരോ നഫ്സുകളും ഇച്ഛിക്കുന്നതായ കാര്യങ്ങൾ ആ സ്വർഗത്തിലുണ്ട്. അത്രക്കും അനുഗ്രഹപൂർണമായ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. പാപങ്ങളും പുറത്തു കൊടുക്കും. ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാ? ക്ഷമയുള്ളവരാവണം. പ്രയാസങ്ങളിലും ക്ഷമിക്കണം. സന്തോഷമുണ്ടാവുന്ന, ഐശ്വര്യമുണ്ടാവുമ്പോ, സമ്പത്ത് കൂടുമ്പോ കിബറുണ്ടാവുകയില്ല. ആ സമയത്തൊക്കെ അല്ലാഹുവിന് ഇബാദത്തുകളും അമലുകളും ചെയ്ത് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ ഗുണമാണ്. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. മാത്രവുമല്ല ഏറ്റവും വലിയ വിജയം അത് ജന്ന, ആ സ്വർഗം അല്ലാഹു അവർക്ക് നൽകുന്നു. ഇതും അല്ലാഹു ഖുർആനിലൂടെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. തീർന്നില്ല. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈമാനും, നല്ല ഈമാനുള്ള ആളുകൾ തന്നെ, അതോടുകൂടി നല്ല തഖ്വയുള്ളവരും, തഖ്വയും ഈമാനുമുള്ള ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുകയാണ്. അവരുടെ പാപങ്ങൾക്ക് അല്ലാഹു പുറത്തു തരും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എത്ര ധിക്കാരികളായി ജീവിച്ചാലും, തെമ്മാടികളായി ജീവിച്ചാലും,
ശിർക്ക് ചെയ്ത് ജീവിച്ചവരായാൽ പോലും ഇതൊക്കെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു അതൊക്കെ പുറത്തു കൊടുക്കുകയാണ്. എത്ര കാരുണ്യവാനാണ് അള്ളാഹു. അള്ളാഹു പറയുകയാണ് സൂറത്തു മാഇദയിലെ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ കിതാബ്, അല്ലാഹു പറയാ ആമനു, അഹ്ലു കിതാബുകാർ. കുറെ ആളുകൾ ധിക്കാരികളായി മാറിയല്ലോ. അള്ളാഹു പറയുകയാണ് വലൗ അന്ന അഹ്ലൽ കിതാബ്, വേദഗ്രന്ഥത്തിന്റെ ആളുകൾ ആമനു, അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വത്തഖൗ, അങ്ങനെ അവരൊന്ന് ആ തെമ്മാടിത്തരൊക്കെ മാറ്റി സൂക്ഷ്മതൊക്കെ പാലിച്ച് വിശ്വാസിയുള്ള ആളുകളായിരുന്നുവെങ്കിൽ, ലകഫർനാ അൻഹും സയ്യിആതിഹിം, അല്ലാഹു പറയാ അവരുടെ തിന്മകളൊക്കെ നമ്മൾ മായ്ച്ചു കൊടുക്കും. അല്ലാഹു പറയുകയാണ് വലഅദ്ഖൽനാഹും ജന്നാത്തിൻ നഈം, അത് മാത്രമല്ല അല്ലാഹു പറയുകയാണ് അനുഗ്രഹപൂർണമായ സ്വർഗത്തിലേക്ക് അവരെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ ആലോചിച്ച് നോക്കുക, അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും, അവരെ കുറിച്ച് അള്ളാഹുവിന് ഏറ്റവും ഉറപ്പുള്ള കാര്യമല്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു അതൊക്കെ അവർ മാറ്റി അവർ വിശ്വാസികളായി നല്ല തഖ്വയുള്ള ആളുകളായി ജീവിച്ചാൽ അവരുടെ എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു കൊടുക്കും. മാത്രമല്ല അവർക്ക് സ്വർഗവും അള്ളാഹു നൽകുമെന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വലുതാണ്. അള്ളാഹു നമ്മോട് എത്ര ഹുബ്ബുള്ളവനാണ്. ഇതിന്റെ തഫ്സീറിൽ അല്ലാമ സീദി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്, വഹാദാ മിൻ കറമില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. വജൂദി, അള്ളാഹുവിന്റെ നമുക്ക് നൽകിയ വലിയൊരു ഔദാര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഹൈസു ലമ്മാ ദക്കറ ഖബാഇഹ അഹ്ലൽ കിതാബി വമആയിബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും അഹ്ലു കിതാബുകാരുടെ ന്യൂനതകളും അതുപോലെ അവരുടെ മോശം പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ വഅഖ്വാലഹും ബാത്തില, ബാത്തിലായ അവരുടെ വാക്കുകളൊക്കെ ഗുരുതരമായ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് തുടങ്ങുന്ന പല കൗലുകളും അള്ളാഹു സൂചിപ്പിച്ചു. എന്നിട്ടും അള്ളാഹു എന്താ ദഅാഹും ഇല തൗബ, അള്ളാഹു അവരോട് പറയുകയാണ് നിങ്ങൾ തൗബ ചെയ്യുവിൻ. അള്ളാഹുവിന്റെ കാരുണ്യമാണ്. എന്നിട്ട് അള്ളാഹു പറയും വഅന്നഹും ലൗ ആമനൂ ബില്ലാഹ്, അങ്ങനെ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും വമലായികതിഹി, മലക്കുകളിൽ വിശ്വസിക്കുകയും വജമീഇ കുതുബി, അള്ളാഹുവിന്റെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുകയും വജമീഇ റുസുലി, എല്ലാ ദൂതന്മാരിലും വിശ്വസിക്കുകയും ചെയ്യുക, വത്തഖൗൽ മആസി, അങ്ങനെ തിന്മകളെ സൂക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹ് പറയാ, അതിന്റെ വിശദീകരണത്തിൽ അല്ലാമ സീദി റഹ്മത്തുള്ളാഹി പറയാ ലകഫറ അൻഹും സയ്യിആതിഹിം. ഇങ്ങനെ ഒക്കെ തോന്നിയാസം ചെയ്തവരായാലും അള്ളാഹുവിനോട് തൗബ ചെയ്ത് തഖ്വയുള്ള ആളുകളായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ തിന്മകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. വലൗ കാനത് മാ കാനത്, അത് എത്ര വലിയ തിന്മയായാലും നിങ്ങൾ അള്ളാഹുവോട് തൗബ ചെയ്ത് നിങ്ങൾ തഖ്വയുള്ള ആളുകളായി ജീവിക്കുവിൻ. വല ഉദ്ഖിലുഹും ജന്നാത്തിൻ നഈം, അവരെ ഞാൻ അനുഗ്രഹപൂർണമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, എത്ര ധാരാളം ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്തു പോയ ആളുകളായാലും വൻപാപങ്ങൾ ചെയ്ത ആളായാലും അല്ലാഹുവോട് തൗബ ചെയ്യണം. നമ്മൾ തൗബ ചെയ്യുക എന്നുള്ളത് വുജൂബാണ്. തൗബ ചെയ്യുക, അമലു സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക, നല്ല ഈമാനുള്ള ആളുകളായി ജീവിക്കുക. അതുകൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പ് എന്തെങ്കിലും തിന്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പുറത്തു തരും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പരിപൂർണമായി അല്ലാഹുവെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിന്മകൾ പുറത്തു കൊടുക്കും എന്ന് അല്ലാഹു പറയുന്നുണ്ട്. സൂറത്തു അൻഫാലിലെ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാന, ഇതിൽ ധാരാളം ഗുണങ്ങൾ അല്ലാഹു പറയുന്നത്. അല്ലാഹുവെ സൂക്ഷിച്ച് തിന്മകളില്ലാതെ ജീവിക്കുമ്പോൾ അല്ലാഹു നമുക്ക് നൽകുന്ന ഔദാര്യങ്ങളാണ്. യജ്അൽ ലക്കും ഫുർഖാന, നിങ്ങൾക്ക് ഫുർഖാൻ അല്ലാഹു നൽകും. വയുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഇവിടെ ഒരു പൂർണ്ണമായി അല്ലാഹുവെ സൂക്ഷിച്ച് ഒരു വ്യക്തി ജീവിച്ചാൽ അവന് കൊടുക്കുന്ന 4 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഒന്നെന്താ? ഒന്ന് ഫുർഖാനാണ്. അത് കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. എന്താ ഫുർഖാൻ എന്ന് പറഞ്ഞ തഫ്സീറുകളിൽ കാണാം. അല്ലാമ സയ്യിദി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്,
ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വഹുവൽ ഇൽമു വൽ ഹുദാ അല്ലദീ യുഫർഖു ബിഹി സാഹിബുഹു ബൈനൽ ഹുദാ വദ്ദലാൽ. അത് അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അറിവും മാർഗദർശന ഹുദയും നൽകും. അത് അല്ലാഹു കൊടുക്കുന്നതോടുകൂടി ആ മനുഷ്യന് ബലാലത്ത് ഏതാണ് ഹുദ ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കും. അതേപോലെ തന്നെ വൽ ഹഖ് വൽ ബാത്തിൽ, ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയും. വൽ ഹലാൽ വൽ ഹറാം, ഹറാം ഏതെന്ന് ഹലാൽ ഏതെന്ന് അവന് മനസ്സിലാക്കാം. വ അഹ്ലി സആദ മിൻ അഹ്ലി ശഖാവ, ദൗർഭാഗ്യത്തിന്റെ ആളുകളിൽ നിന്നും സന്തുഷ്ടരായ ഭാഗ്യത്തിന്റെ ആളുകൾ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വലിയൊരു ഗുണമാണ്. ഇത് കിട്ടാത്ത ആളുകളാണ് ദലാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുമ്പോ അള്ളാഹു ഈ ഇൽമു കൊടുത്താൽ ഹക്കേതാ ബാത്തിലാന്ന് അവന് തിരിച്ചറിയാൻ സാധിക്കും. ഹലാൽ ഏത് ഹറാം ഏതെന്ന് തിരിച്ചറിയാൻ സാധിക്കും. തിന്മയുടെ ആളുകൾ ഏത് നന്മയുടെ ആളുകൾ ഏത് എന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവന് ദുനിയാവിൽ രക്ഷപ്പെടും. പരലോകത്ത് അള്ളാഹുവിന്റെ നരകത്തിൽ രക്ഷപ്പെടാൻ അവന് സഹായകമാകും. എന്നാൽ ഈമാൻ ഇല്ലാതെ തഖ്വ ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഈ കാര്യം അവന് ലഭിക്കുകയില്ല. ഹക്കേതാണ് ബാത്തിലേതാണ് സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയുകയില്ല. നമ്മുടെ സമൂഹത്തിൽ ആളുകൾ എടുത്തു നോക്കുക, പല ഹറാമുകൾ പറഞ്ഞാലും ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പല ആളുകളും അംഗീകരിക്കുകയില്ല. അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പല കാര്യങ്ങളും തിന്മകൾ പറഞ്ഞാലും അതൊക്കെ നിസ്സാരമായി തോന്നുന്ന, അല്ലെങ്കിൽ തോന്നിവാസികളോട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞാൽ അതിനത്ര ഗൗരവമായി കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാ? അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ ഇൽമും ഹുദയും അള്ളാഹു അവർക്ക് നൽകിയില്ല. അതുകൊണ്ട് അവർക്ക് സത്യവും ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ സഹോദരന്മാരെ, അത് വലിയൊരു ഗുണമാണ്. ഒന്നത്. രണ്ടാമത്, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ട് അള്ളാഹു ആയത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ഗുണം, തിന്മകളെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് യുകഫിറു അൻകും സയ്യിആതികും, തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. വയഗ്ഫിർ ലക്കും, പിന്നെ നിങ്ങൾക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു തരും. അപ്പൊ ഈ രണ്ടും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരേ മാനയാണ്. പാപങ്ങൾ പുറത്തു തരിക, തിന്മ മായ്ച്ചു തരിക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളുന്നതാണ്, സെയിം ഒന്നാണ്. നേരെ മറിച്ച് ഇങ്ങനെ അടുത്തു പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങളുടെ സയ്യിആത്ത് മായ്ച്ചു തരും, എന്നിട്ട് നിങ്ങൾക്ക് മഗ്ഫിറത്തും നൽകുമെന്ന് അടുത്ത് പറയുമ്പോ രണ്ടിനും രണ്ട് മാന മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. അല്ലാമ അസീദ് റഹ്മഹുല്ല പറയാ, ഇങ്ങനെ രണ്ടും അടുത്തു വന്നപ്പോ ഇവിടെ സയ്യിആത്തുകളെ മായ്ച്ചു തരുമെന്ന് പറഞ്ഞാൽ അത് ബിദ്ദുനൂബിസ് സഗായിർ, ചെറുപാപങ്ങളൊക്കെ മായ്ച്ചു തരുമെന്നാണ്. പിന്നെ അള്ളാഹു പറഞ്ഞത് എന്താവും, വയഗ്ഫിർ ലക്കും എന്ന് പറഞ്ഞപ്പോ അവിടെ വലിയ വൻ പാപങ്ങളാണ്. അപ്പൊ വൻ പാപങ്ങളും ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല തഖ്വയുള്ള ആളുകളായി ജീവിച്ചാൽ അള്ളാഹു അതൊക്കെ നമ്മൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വൻ പാപങ്ങളൊക്കെ നമ്മൾ തൗബ ചെയ്യുന്നതോട് കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നതാണ്. അപ്പോ ഈ ഒരൊറ്റ ആയത്തിൽ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഗുണം എന്താ? ഫുർഖാൻ, സത്യവും ഹക്കും ബാത്തിലും തിരിച്ചറിയാനുള്ള വലിയൊരു കഴിവ്. രണ്ട് ചെറുപാപങ്ങൾ പൊറുക്കും, വൻപാപങ്ങൾ പുറത്തു തരും. വീണ്ടും അള്ളാഹു നാലാമത് പറഞ്ഞത് അൽ അജ്റുൽ അസീം, മഹത്തായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അല്ലാമ അസ്സഅദി റഹ്മഹുല്ലാ പറഞ്ഞു വസ്സവാബുൽ ജസീൽ, ധാരാളം പ്രതിഫലം അള്ളാഹു നൽകും. ലിമൻ ഇത്തഖാഹു, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ. വആസറ റിദാഹു അലാ ഹവാ നഫ്സിഹി, തന്റെ സ്വന്തം ദേഹത്തിന് തോന്നുന്ന ഇച്ഛയെക്കാളും അള്ളാഹുവിന്റെ റിദാക്ക് തൃപ്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരുത്തന് ധാരാളം പ്രതിഫലം അള്ളാഹു നൽകും. അപ്പൊ സഹോദരന്മാരെ, ധാരാളം ആയത്തുകളുണ്ട്. ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. നമ്മൾ ചില ആയത്തുകൾ മാത്രമാണ് ഖുർആനിലൂടെ നമ്മൾ ഇപ്പം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ആയത്തുകളൊക്കെ നമ്മൾ അതിന്റെ മാനയോടുകൂടി, അർത്ഥത്തോടുകൂടി, അതിന്റെ ആശയത്തോടുകൂടി, അതിനോട് നമുക്ക് ലഭിക്കുന്ന ഗുണം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ, അതോടുകൂടി നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ തിന്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അപ്പൊ നല്ല ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകളായി നമ്മൾ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. നാലാമത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മുടെ തിന്മകൾ പൊറുക്കാൻ കാരണമാകുന്ന ഒരായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ തുബ്ദു സ്വദഖാതി, നിങ്ങൾ സദഖ, അത് നിങ്ങൾ പ്രത്യക്ഷമായി
പരസ്യമായി തന്നെ കൊടുക്കുകയാണെങ്കിൽ ഫനിഇമ്മാഹിയ, അത് ഖൈറായതാണ്, അത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ വഇൻ തുഖ്ഫൂഹ, നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കയെ നിങ്ങൾ രഹസ്യമാക്കുക, വതുഅതൂഹൽ ഫുഖറ, എന്നിട്ട് രഹസ്യമാക്കിയതിനു ശേഷം നിങ്ങൾ ഫുഖറാക്കൾക്ക്, പാവപ്പെട്ടവർക്ക് നിങ്ങൾ അത് നൽകുകയും ചെയ്താൽ ഫഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അങ്ങനെ ചെയ്താൽ വയുകഫിറു അൻകും മിൻ സയ്യിആതികും, നിങ്ങളുടെ തിന്മകളിൽ നിന്നുള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു സസൂക്ഷ്മം അറിയുന്നവനാണ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഇവിടെ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നത് പരസ്യമായിട്ട് സ്വതക്ക കൊടുക്കുക, ഇത് കുഴപ്പമില്ല. അതുകൊണ്ട് എന്തുണ്ടാവാൻ പാടില്ല, റിയാ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചിട്ട് അങ്ങനെ കൊടുക്കാം. എന്നാൽ അല്ലാമ അസ്സഅദി റഹ്മഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം, ഫഫീ ഹാദാ അന്ന സ്വദഖത സിർരി, രഹസ്യമായി സദക്ക കൊടുക്കുക എന്നുള്ളത് അലൽ ഫഖീർ, പാവപ്പെട്ടവന് രഹസ്യമായി സദക്ക കൊടുക്കലാകുന്നത് അഫ്ദലു മിൻ സദഖത്തിൽ അലാനിയ്യ, പരസ്യമായി കൊടുക്കുന്നതിനേക്കാളും അഫ്ദലാണ്. മാത്രമല്ല, എന്നാൽ ചില സമയങ്ങളിൽ പരസ്യമായി തന്നെ കൊടുക്കലായിരിക്കും ഒരു പക്ഷേ രഹസ്യമായി കൊടുക്കുന്നതിനേക്കാളും ഖൈർ. അതും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഫഇൻ കാന ഫീ ഇസ്ഹാരിഹാ ഇസ്ഹാറു ശആഇരിദ്ദീൻ, ഇനി പരസ്യമായി കൊടുക്കുന്നത് കൊണ്ട് രഹസ്യമായി കൊടുക്കുന്നതിനേക്കാളും വലിയ നേട്ടം, ഇതൊന്നും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് റിയാ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അതുകൊണ്ട് എന്താ ഉണ്ടാകുന്ന ഗുണം? അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ പ്രകടമാക്കുകയോ അതല്ലെങ്കിൽ വഹ്സൂലുൽ ഇഖ്തിദാ വനഹ്വുഹു, ഞാൻ ഇങ്ങനെ പരസ്യമായി കൊടുത്താൽ എന്നെ പിൻപറ്റിക്കൊണ്ട് മറ്റുള്ള ആളുകളും അത് ചെയ്യുമെന്ന് മനസ്സിലായാൽ ആ സമയങ്ങളിലൊക്കെ ഫഹുവ അഫ്ദലു മിനൽ ഇസ്റാർ, അപ്പൊ രഹസ്യമായി കൊടുക്കുന്നതിനേക്കാളും പരസ്യമായി കൊടുക്കലാണ് ഖൈർ. പക്ഷെ അവിടെയൊക്കെ നല്ല ഈമാനും റിയാ ഇല്ലാതെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒരാൾ ഞാൻ കൊടുക്കുന്നത് കണ്ട് മറ്റുള്ളവനത് മാതൃകയാക്കിയേക്കാം, അല്ലെങ്കിൽ വലിയ വലിയ മസ്ലഹത്തോ ദീനിന്റെ മതചിഹ്നങ്ങളെ ഉയർത്തുന്ന ഒരു പ്രകടമാക്കുന്ന അവസ്ഥയെ ഉണ്ടായാൽ അപ്പോ പരസ്യമായിട്ട് തന്നെ കൊടുക്കലാണ് അഫ്ദൽ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് വതുഅതൂഹൽ ഫുഖറ, അങ്ങനെ രഹസ്യമായിട്ട് കൊടുക്കേണ്ടതായിരിക്കാം ഫഖീറന്മാർക്കാ. എന്നിട്ട് അതിൽ അദ്ദേഹം പറഞ്ഞു, അല അന്നഹു യംബഗി ലിൽ മുതസദ്ദിഖി, സദഖ കൊടുക്കുന്നവന്റെ മേൽ അനിവാര്യമാണ് അയതഹറ ബിസദഖതിഹിൽ മുഹ്താജീൻ, അവന്റെ സദഖ കൊണ്ട് ആവശ്യക്കാരൻ അവന് അന്വേഷിക്കണം, ആവശ്യക്കാരൻ അതിന് അർഹനായ ആളവൻ അന്വേഷിക്കണം. വലാ യുഅതി മുഹ്താജൻ, ഒരു ആവശ്യക്കാരൻ അവന് നൽകരുത്. വഗൈറുഹു അഹ്വജു മിൻഹു, ആവശ്യക്കാരനേക്കാൾ ആവശ്യമുള്ള ഒരുത്തൻ ഉണ്ടായിരിക്കെ ഈ ആവശ്യക്കാരൻ നിങ്ങൾ നൽകരുത്. ഒരാൾക്ക് കൊടുക്കുകയാണ്, പക്ഷെ അവനേക്കാളും ആവശ്യമുള്ള ഒരാൾ മറ്റൊരാളുള്ള അവസ്ഥയിൽ അവന് കൊടുക്കാതെ ഈ ആളുകൾക്ക് നീ കൊണ്ടു കൊടുക്കരുത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇങ്ങനൊക്കെ ചെയ്താൽ അതുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്താ? വയുകഫിറു അൻകും മിൻ സയ്യിആതികും, ഇവിടെ അള്ളാഹു പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ തിന്മകൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. അപ്പോ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകളൊക്കെ മായ്ച്ചു കളയുന്ന അവസരങ്ങൾ അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനിയുമുണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് മനസ്സിലാക്കേണ്ടതാണ്. ഖുർആന്റെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ധാരാളം കാര്യങ്ങൾ നമ്മുടെ തിന്മകൾ പൊറുക്കാൻ അത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിലൂടെ തന്നെ അള്ളാഹു പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് നമ്മൾ ജീവിക്കണം. ഇതല്ലാതെ വീണ്ടും നമ്മൾ മനസ്സിലാക്കാതെ അള്ളാഹു ഇത്രയൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളും റഹ്മത്തും കാരുണ്യൊക്കെ ചൊരിഞ്ഞിട്ട് അതൊന്നും വിലവെക്കാതെ വീണ്ടും ഹറാമുകളിലൂടെയും തിന്മകളിലൂടെയും നമ്മൾ മുമ്പോട്ട് പോയാൽ അവൻ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവനാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഹക്കിന്റെ ആളുകളായി ജീവിക്കുകയും ഹക്കിൽ അടിയുറച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരി രോഗം കാരണത്താൽ നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ദുആയിൽ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم إنا نستغفرك إنك كنت غفارا.
اللهم أنت الغني ونحن الفقراء وانصرنا على القوم الكافرين ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وآله وصحبه وسلم.